പത്രോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇനി 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തൃത്വം എന്ന് പറയുന്നതായ ഒരു വലിയ വിഷയത്തെ കുറിച്ച് 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പിതാവായ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ചോസൺ ബൈ ഗോഡ് ദ ഫാദർ. പിതാവായ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. സാങ്ക്ടിഫൈഡ് ബൈ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിച്ചു. ക്ലെൻസ്ഡ് ബൈ ക്രൈസ്റ്റ് ബ്ലഡ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടു. അപ്പൊ ഇങ്ങനെ പിതാവായ ദൈവവും പുത്രനായ കർത്താവും പരിശുദ്ധാത്മാവും ആ തൃത്വം ആ 2-ാമത്തെ വാക്യത്തിൽ വെളിപ്പെട്ടു വരികയാണ്. അങ്ങനെ രക്ഷ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗ്രേറ്റ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് സാൽവേഷൻ. രക്ഷ എന്ന് പറയുന്ന ദൈവത്തിന്റെ വലിയ ദാനം 2-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായി പത്രോസ് ഇവിടെ നമുക്കിവിടെ വെളിപ്പെടുത്തി തരികയാണ്. ഇവിടെ ഒരു കാര്യം, നമ്മുടെ യഥാർത്ഥ തിരിച്ചറിയൽ, അവർ ഐഡന്റിറ്റി. പത്രോസ് അപ്പോസ്തലൻ എന്ന് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി പറയുന്നത് ദൈവത്തിന്റെ മക്കൾ എന്നതാണ്. ദൈവമക്കൾ. Christians belong to God even when rejected by society. സമൂഹം നമ്മളെ എന്ത് ചെയ്യുന്നു? നിന്ദിക്കുന്നു, ത്യജിക്കുന്നു. പക്ഷേ നാം ആർക്ക് വേണ്ടി ഉള്ളവർ എന്ന് പത്രോസ് നമ്മളെ പഠിപ്പിക്കുക. We belong to God. നാം ദൈവത്തിനുള്ളവരാ. അപ്പൊ ദൈവത്തിന്റെ മക്കൾ. അടുത്ത് വരുമ്പോൾ ലോകം നമ്മെ അംഗീകരിക്കാത്തപ്പോഴും ദൈവം നമ്മെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സത്യം പത്രോസ് വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ പദ്ധതിയാണ് രക്ഷ എന്ന് പറയുന്നത്. ആ രക്ഷയെക്കുറിച്ച് പിതാവായ ദൈവം ഇവിടെ വെളിപ്പെടുത്തുന്ന വിഷയം, പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുന്ന വിഷയം, യേശു കർത്താവ് വീണ്ടെടുക്കുന്ന വിഷയം. രക്ഷയുടെ പ്രവർത്തനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കും. ഈ വലിയ സന്ദേശമാണ് 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ശാന്തമായി ആരെങ്കിലും ഒരാൾ വായിക്കും. പാസ്റ്റർ 2 പത്രോസ് 1-ാം അധ്യായം 3 മുതൽ 12 വരെ. 3 മുതൽ 12 വരെ. ഹല്ലേലൂയ. തന്റെ മഹത്വത്തിലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹം 1-3 മുതൽ 12 വരെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ചിരിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അർത്ഥമായ ആത്മരക്ഷ പ്രാപിക്കുകയും
പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെ പിൻവരുന്ന മഹിമയെ മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ട് എത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദേവദൂതന്മാരെ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ നിങ്ങളുടെ മനസ്സ് 1-3 വരെയുള്ള വചനങ്ങളിൽ ജീവനുള്ള പ്രത്യാശ, എ ലിവിംഗ് ഹോപ്പ്. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ജീവനുള്ള പ്രത്യാശയെ കുറിച്ച്, വിശ്വാസികളുടെ ജീവനുള്ള പ്രത്യാശ മെയിൻ തീമാണ് ഇവിടുത്തെ. അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്ഷയം, മാലിന്യം, നാശം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു അവകാശം, വിശ്വാസികൾക്കുള്ളൊരു അവകാശം, ദൈവമക്കൾക്കുള്ളൊരു അവകാശം. ഒന്ന്, ഇംപെറിഷബിൾ, നശിക്കാത്തത്, ക്ഷയമില്ലാത്തത്, അൺഡിഫൈൽഡ്, മലിനമാകാത്തത്, അൺഫേഡിങ്, മങ്ങിപ്പോകാത്തത്, മാറ്റമില്ലാത്തത്. ഇതെവിടെ സൂക്ഷിച്ചിരിക്കുന്നത്? റിസർവ്ഡ് ഇൻ ഹെവൻ, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. 4-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. അപ്പോൾ ഒരു പ്രത്യേകമായ അവകാശം, ആ അവകാശത്തിന്റെ പ്രത്യേകതകളാണ് നശിക്കാത്തത്, മലിനമാകാത്തത്, മങ്ങിപ്പോകാത്തത്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ വിശ്വാസികൾക്ക് പുതിയ ജനനവും ഒപ്പം ജീവനുള്ള പ്രത്യാശയും ലഭിച്ചു. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ ദൈവമക്കൾക്ക്, വിശ്വാസികൾക്ക് പുതിയ ജനനവും ഒപ്പം ജീവനുള്ള പ്രത്യാശയും ലഭിച്ചു. ഇവിടെ 2-3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഈ പാരഗ്രാഫിൽ കഷ്ടതകൾ വിശ്വാസത്തെ ശക്തമാക്കുന്നു. സഫറിംഗ് സ്ട്രെങ്തൻസ് ജെന്യുവിൻ ഫെയ്ത്ത്. കഷ്ടതകൾ വിശ്വാസത്തെ ശക്തമാക്കുന്നു. 2, നമ്മുടെ യഥാർത്ഥ സമ്പത്ത് ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. Heaven is secure despite earthly troubles. ഭൂമിയിൽ കഷ്ടതകൾ ഉണ്ടെങ്കിലും അതിനപ്പുറത്തെ സ്വർഗത്തിൽ നമ്മുടെ സമ്പത്ത് അവിടെ സാധ്യമാക്കിയിരിക്കുന്നു. 3, യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ ഒരിക്കലും പരാജയത്തിന് കാരണമാകില്ല. സാൽവേഷൻ ഈസ് ഗോഡ്സ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്. അപ്പൊ ഈ 3 വിഷയങ്ങൾ വളരെ വ്യക്തമായി പത്രോസ് നമ്മളെ പഠിപ്പിക്കുക. കഷ്ടതകൾ വിശ്വാസത്തെ ശക്തമാക്കുന്നു. നമ്മുടെ യഥാർത്ഥ സമ്പത്ത് സ്വർഗത്തിലാണ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ ഒരിക്കലും പരാജയത്തിന് കാരണമാകില്ല. അപ്പൊ അവിടെ മറ്റൊരു കാര്യം, 10-ാമത്തെ വാക്യം വളരെ മനോഹരമായൊരു വചനം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞു അന്വേഷിച്ചിരുന്നു. They prophesied the salvation.
അവര് രക്ഷയെക്കുറിച്ച് പ്രവചിച്ചു. പക്ഷേ ആ രക്ഷ എന്താണ് എന്ന് പ്രവാചകന്മാർ പോലും എന്ത് ചെയ്തു? ആരാഞ്ഞു. അപ്പോൾ പ്രവാചകന്മാർ പോലും ഈ മഹത്തായ രക്ഷയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിച്ചിരുന്നു. അവർ പ്രവചിച്ചു സംഭവം. പക്ഷേ ഈ രക്ഷ എന്താണെന്ന് ഒരു യഥാർത്ഥ അറിവ് അവർക്ക് ലഭിക്കാഞ്ഞത് കൊണ്ട് അത് അറിയുവാൻ അവർ ആരാഞ്ഞിരുന്നു, അവരാഗ്രഹിച്ചിരുന്നു. 10-ാമത്തെ വാക്യം. ഇവിടെ പത്രോസ് വളരെ വ്യക്തമായി പറയുന്ന 2-3 കൂട്ടം കാര്യങ്ങൾ. അത് ഒരു ദൈവമക്കളുടെ ജീവനുള്ള പ്രത്യാശ, എ ലിവിങ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് 2-3-4 കൂട്ടം കാര്യങ്ങള്: നശിക്കുകയില്ല, നശിക്കാത്തത്, മലിനമാകാത്തത്, മങ്ങിപ്പോകാത്തത്, സ്വർഗത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഈ മഹത്തമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ 13 മുതൽ 21 വരെയുള്ള വചനങ്ങൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പത്രോസ് നീങ്ങിയാണ്. വിശുദ്ധ ജീവിതത്തിനുള്ള വിളി, എ കോൾ ടു ഹോളി ലിവിങ്. അപ്പോൾ വിളിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവർ വിളിക്കപ്പെട്ടവർ അപ്പോൾ തന്നെ അവർ വിശുദ്ധ ജീവിതം നയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? 13-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിക്കാം. 1 പത്രോസ് 1:13. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ആമേൻ. നിങ്ങളുടെ മനസ്സിനെ ഒരുക്കുക, നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിക്കുക. പ്രിപ്പയർ യുവർ മൈൻഡ്സ് ഫോർ ആക്ഷൻ. മനസ്സിനെ ഒരുക്കുക, മനസ്സിനെ ഉറപ്പിക്കുക. എന്താണ് ഇതിന്റെ അർത്ഥം? ഒന്ന്, വ്യക്തമായി ചിന്തിക്കുക. 2, ആത്മനിയന്ത്രണം പാലിക്കുക, ബി സെൽഫ് കൺട്രോൾ. 3, ക്രിസ്തുവിന്റെ വരവിനായി പ്രത്യാശയോടെ ജീവിക്കുക. 4, വിശുദ്ധ ജീവിതം നയിക്കുക. ഈ 4 കൂട്ടം കാര്യങ്ങൾ നമ്മളെ പരിശുദ്ധാത്മാവോട് ഓർപ്പിക്കുക. അപ്പോൾ വിശുദ്ധ ജീവിതത്തിന് വിളി ലഭിച്ച ദൈവമക്കൾ മനസ്സിനെ ഉറപ്പിക്കണം. നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. മനസ്സിനെ ഉറപ്പിച്ച് ആത്മനിയന്ത്രണം പാലിച്ച് യേശുക്രിസ്തുവിന്റെ വരവിനായി പ്രത്യാശയോടെ ജീവിക്കണം. ടു ലിവ് എ ഹോളി ലീവ്സ്, ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഹോളിനെസ്, വിശുദ്ധി. അപ്പൊ ഈ ഹോളിനെസ് എന്ന് പറയുമ്പോൾ, വിശുദ്ധി എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? ബീയിങ് സെപ്പറേറ്റഡ് ഫ്രം സിൻ. പാപത്തിൽ നിന്ന് നമ്മൾ വേർതിരിക്കപ്പെട്ടു. ബീയിങ് സെപ്പറേറ്റഡ് ഫ്രം സിൻ ആൻഡ് at the same time we dedicated to God. പാപത്തിൽ നിന്ന് നമ്മൾ വേർതിരിക്കപ്പെട്ടു, നാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. ഇതാണ് ഹോളിനെസ്. ആ വിശുദ്ധമായ ജീവിതം നയിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. അപ്പോൾ വിശുദ്ധിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ വിശുദ്ധരായി ജീവിക്കണം. അതുകൊണ്ടാണ് 16-ാമത്തെ വാക്യം വളരെ എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ട്. 16-ാമത്തെ വാക്യം.
ഒന്ന് പത്രോസ് 1:16 ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധനായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. Be holy because I am holy. നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ. ആരാ പറയുന്നത്? വിശുദ്ധനായ ദൈവം പറയുക. നിങ്ങൾക്ക് പറയാൻ പറ്റുകയില്ല. ഒരു വിശുദ്ധന് മാത്രമേ മറ്റുള്ള നിങ്ങൾ വിശുദ്ധരായി ജീവിക്കണമെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 16-ാമത്തെ വാക്യത്തിൽ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി. നമ്മെ വീണ്ടെടുത്തത് വെള്ളിയോ പൊന്നോ കൊണ്ടല്ല, പിന്നെയോ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. Believers were redeemed not with silver or gold. വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടൊന്നും അല്ല വീണ്ടെടുക്കപ്പെട്ടു. But with Christ precious blood, like a spotless lamb. കളങ്കമില്ലാത്ത ഒരു കുഞ്ഞാട്. അതുപോലെ യേശു കർത്താവ് തന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു. അപ്പോൾ ഈ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. 19 ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ സ്പോട്ട്ലെസ് കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഒരു വലിയ മർമ്മം പത്രോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. വെള്ളിയോ പൊന്നോ ഒന്നുമല്ല നമ്മളെ വീണ്ടെടുത്തത്, വിലയേറിയ രക്തമുണ്ട്. ഇവിടെ ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ജീവിതം നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്, നമ്മുടെ സമർപ്പണത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. Holiness begins in the mind. നാം വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവിടെ നിന്നാണ് വിശുദ്ധി ആരംഭിക്കുന്നത്. ഇങ്ങനെയുള്ള ആ ഒരു ചിന്ത, ഒരു ദൈവഭയം നമ്മളെ നയിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത് നമ്മളെ അനുസരണത്തിലേക്ക് നയിക്കുന്നു. Reverence for God produces obedience. അപ്പം ദൈവഭയം, ദൈവത്തോടുള്ള ബഹുമാനം നമ്മളെ അനുസരണത്തിലേക്ക് നയിക്കുകയാണ്. അടുത്ത മർമ്മം പത്രോസ് വെളിപ്പെടുത്തുന്നത്, യേശുവിന്റെ രക്തത്തിനൊരു വില നൽകുവാൻ, വില മതിപ്പാൻ ആർക്കും സാധ്യമല്ല. Christ's sacrifice is priceless എന്ന് പറഞ്ഞാൽ അതിന് ഒരിക്കലും ഒരു വില നമുക്കിടാൻ പറ്റുകയില്ല. അപ്പൊ ഈ ഭാഗങ്ങളിൽ പത്രോസ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം വിശുദ്ധ ജീവിതം, ഹോളി ലൈഫ്. അപ്പൊ നമ്മളെ വിളിച്ച വിളിയെ കുറിച്ചാണ് പത്രോസ് പറയുന്നത്. നമ്മളെ വിളിച്ച വിളി ഒരു സാധാരണ വിളിയല്ല, ഡിവൈൻ ഫോളാണ്. ആ വിളി എന്തിനു വേണ്ടിയാണ്? ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള വിളി. എന്നിട്ട് അവസാനമായിട്ട് പറയുന്നു, നമ്മുടെ വിശുദ്ധ ദിവസം, അത് വിശുദ്ധ ജീവിതം നമ്മിൽ നിന്നാണ് ആരംഭിക്കുന്നത്, നമ്മുടെ മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അങ്ങനെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ ജീവിതം ഒരു അനുസരണ ജീവിതമായിരിക്കും. നമ്മളെ വീണ്ടെടുത്തത് വിലയേറിയ രക്തം കൊണ്ടാണ്, വിലയേറിയ രക്തം. ഇനി നമ്മൾ അതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ 22, 25 വാക്യങ്ങൾ വായിക്കും. 22 മുതൽ 25. 22 എന്നാൽ സത്യം അനുസരിക്കാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉച്ച സ്നേഹിപ്പിൻ.
25-ാമത്തെ വാക്യം, കർത്താവിന്റെ വശമോ എന്നേക്ക് നിലനിൽക്കുന്നു, അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഇവിടെ ലവ് വൺ അനദർ, പരസ്പര സ്നേഹം, ക്രിസ്ത്യൻ ലവ്, ക്രിസ്തീയ സ്നേഹം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവവചനത്തെ അനുസരണമായി ജീവിക്കേണ്ട ദൈവമക്കൾ എന്ത് ചെയ്യണം? must sincerely love one another. അപ്പോൾ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ, തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കേണ്ട ദൈവമക്കൾ, അവർ പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ പ്രാധാന്യതയിലേക്ക് പത്രോസ് 1-ാം അധ്യായം അവസാനിപ്പിക്കുകയാണ്. അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു, പുല്ലുവാടി പൂർന്നുപോയി, കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു, അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഇവിടേക്ക് വരുമ്പോൾ കോൺട്രാസ്റ്റ് വിഷയം കൊണ്ടുവരികയാണ്. എന്തറിയാമോ? ഹ്യൂമൻ ലൈഫ് പുല്ലിനോട്, മനുഷ്യന്റെ ജീവിതത്തെ പുല്ലിനോട് ഉപമിക്കുകയാണ്. എന്നാൽ ദൈവവചനത്തിന്റെ പ്രത്യേകതയോ ലീവ്സ് ഫോറെവർ, അതെന്നേക്കും നിലനിൽക്കുന്നു. ഇന്ന് കാണുന്ന പുല്ല് നാളെ ഇത് കാണാൻ നമുക്ക് കഴിയുന്നില്ല, അതുപോലെ വാടിപ്പോകുന്നു, കരിഞ്ഞു പോകുന്നു. മനുഷ്യ ജീവിതം ഇതുപോലെ ഉള്ളൂ. മനുഷ്യ ജീവിതം പുല്ലുപോലെയാണ്, വേഗം കടന്നു പോകുന്നു. എന്നാൽ പത്രോസ് പറയുന്നു, ദൈവവചനം എന്നേക്കും നിലനിൽക്കുന്നു. ഇവിടെ ഒരു പ്രത്യേകമായ കാര്യം, യഥാർത്ഥ വിശ്വാസം യഥാർത്ഥ സ്നേഹത്തെ പ്രകടമാക്കും. ഈ ഭാഗത്തെ പ്രധാന പോയിന്റാണ്. യഥാർത്ഥ വിശ്വാസം യഥാർത്ഥ സ്നേഹത്തെ പ്രകടമാക്കും. ജെന്യുവിൻ ഫെയ്ത്ത് പ്രൊഡ്യൂസസ് ജെന്യുവിൻ ലവ്. യഥാർത്ഥ വിശ്വാസം യഥാർത്ഥ സ്നേഹത്തെ പ്രകടമാക്കും. അടുത്തത്, ദൈവവചനത്തിന് ഒരിക്കലും മാറ്റമില്ല. God's word never changes. മൂന്നാമത്തെ കാര്യം, പുതുജനനം പ്രകടമാകുന്നത് സ്നേഹത്തിലൂടെയാണ്. പുതുജനനം, വീണ്ടും ജനനം പ്രകടമാകുന്നത് സ്നേഹത്തിലൂടെയാണ്. ക്രിസ്ത്യൻ ഫെലോഷിപ്പ് റിഫ്ലക്ട്സ് ഇൻ ന്യൂ ബർത്ത്. പരസ്പര സ്നേഹമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ പത്രോസ് പറയുന്നു, നമ്മുടെ സാക്ഷ്യം നമ്മുടെ പരസ്പര സ്നേഹത്തിലൂടെയാണ് റിഫ്ലക്ട് ചെയ്യേണ്ടത്, വെളിപ്പെടേണ്ടത്. അപ്പോൾ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചവർ പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കണം. ഇങ്ങനെ 1-ാം അധ്യായം 3-4 കൂട്ടം വിഷയങ്ങളിൽ, ഒന്ന് വിശ്വാസികളുടെ തിരിച്ചറിയൽ, ഐഡന്റിറ്റി എന്നുള്ള വിഷയത്തെ കുറിച്ച് പറഞ്ഞു. ജീവനുള്ള പ്രത്യാശ, എ ലിവിങ് ഹോപ്പ്. 3, വിശുദ്ധ ജീവിതത്തിലുള്ള വിളി. 4, പരസ്പരം സ്നേഹിക്കണം, ലവ് വൺ അനദർ. ഇത്രയും ഭാഗങ്ങള് 1-ാം അധ്യായത്തിൽ വളരെ ശക്തമായിട്ട് പത്രോസ് പറഞ്ഞതിന് ശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ 2-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ ഒരാള് വായിക്കും. 1 പത്രോസ് 2-ാം അധ്യായം 1, 2, 3 വായിക്കുന്നു.
ഹല്ലേലൂയ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കും. കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ആമേൻ. ആത്മീയ വളർച്ചയെ കുറിച്ച് ഗ്രോവിംഗ് സ്പിരിച്വാലിറ്റി, ഗ്രോവിംഗ് സ്പിരിച്വലി, ആത്മീയ വളർച്ച. ദുഷ്പ്രവൃത്തികൾ ഉപേക്ഷിക്കണം. എന്റെ കണ്ടന്റ് എന്താ? ദുഷ്പ്രവൃത്തികൾ ഉപേക്ഷിച്ച് ആത്മീയ വളർച്ചയിലേക്ക് നാം പക്വതയുള്ളവരായി തീരണം. എല്ലാ ദുഷ്ടത, വഞ്ചന, അപടഭക്തി, അസൂയ, അപവാദം, ഇതെല്ലാം നമ്മിൽ നിന്ന് മാറിപ്പോകണം. അപ്പം ഇതെല്ലാം നമ്മളിൽ നിന്ന് മാറണം. ദുഷ്പ്രവൃത്തികളുടെ ഒരു പട്ടികയോടെ ദുഷ്ടത, വഞ്ചന, ഡിസീറ്റ്, അപടഭക്തി, ഹിപ്പോക്രസി, അസൂയ, എൻവി, അപവാദം, സ്ലാൻഡർ, ദുഷ്ടത, മാലീസ്, ഇങ്ങനെയുള്ളതെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോകണം. എന്നായി തീരണമെന്ന് എ ന്യൂ ബോൺ ബേബി, ഇപ്പോൾ ജനിച്ചതായ ഒരു ശിശു പാല് കുടിക്കുവാൻ വാഞ്ചിക്കുന്നത് പോലെ ദൈവമക്കളുടെ വാഞ്ച ദൈവവചനത്തിന് വേണ്ടിയായിരിക്കും. മറ്റ് ലോകത്തിലുള്ള യാതൊന്നിനു വേണ്ടി വാഞ്ചയാവരുത്. ഇപ്പോൾ ജനിച്ചതായ ഒരു കുഞ്ഞിനെ പോലെ ആ കുഞ്ഞെപ്രകാരം പാല് ആഗ്രഹിക്കുന്നുവോ വാഞ്ചിക്കുന്നുവോ അതുപോലെ ദൈവമക്കൾ സ്പിരിച്വൽ മിൽക്ക്, പ്യൂർ സ്പിരിച്വൽ മിൽക്ക്, അത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ വചനമെന്ന മായമില്ലാത്ത പാൽ അത് കുടിക്കുവാനായി വലിയൊരു വാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ മിൽക്ക് റെപ്രസെന്റ്സ് ഗോഡ്സ് വേർഡ്. ഇവിടെ പാല് ദൈവത്തിന്റെ വചനത്തോട് ഒരു മെറ്റഫോറിസം ഇവിടെ കൊടുത്തിരിക്കാം, ഒരു കമ്പാരിസൺ കൊടുത്തിട്ട് സ്പിരിച്വൽ മിൽക്ക്, ലോകിക്കാൻ ഗല, അതിന്റെ ഗ്രീക്ക് പദത്തിലേക്ക് വരുന്നു. ക്രിസ്തു പറഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ടു മൂന്ന് കൂട്ടം കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു ആത്മീയ വളർച്ചയ്ക്ക് പാപശീലങ്ങൾ പാടെ ഉപേക്ഷിക്കണം. ആത്മീയ വളർച്ച സാധ്യമാകുവാൻ പാപശീലങ്ങൾ, സിൻഫുൾ ഹാബിറ്റ്സ് പാടെ ഉപേക്ഷിക്കണം. അപ്പോൾ സ്പിരിച്വൽ ഗ്രോത്ത് റിക്വയർസ് റിമൂവിങ് സിൻഫുൾ ആറ്റിറ്റ്യൂഡ്സ്. പാപ സ്വഭാവങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞെങ്കിൽ മാത്രമേ ഒരാത്മീയ വളർച്ച നമ്മളിൽ സാധ്യമാകുകയുള്ളൂ. അടുത്തത്, നമ്മുടെ ശരീരത്തിന് ഭക്ഷണം നമുക്ക് ആവശ്യമായിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആത്മാവിന്റെ ആഹാരമായി ദൈവവചനം ദിനംതോറും നാം ഭക്ഷിക്കണം. അപ്പോൾ ക്രിസ്ത്യൻസ് ഷുഡ് ഹങ്കർ ഡെയിലി ഫോർ സ്ക്രിപ്ചർ. ദൈവവചനത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പ്, ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പ്. ശരീരത്തിന്റെ വളർച്ചയ്ക്ക്, ശരീരത്തിന്റെ പോഷണത്തിന് ആഹാരം ആവശ്യമായിരിക്കുന്നത് പോലെ ആത്മീയ വളർച്ചയ്ക്ക് ദൈവവചനം ആവശ്യമായിരിക്കുകയാണ്. ജീവാഹാരം അല്ലെങ്കിൽ ദൈവവചനം എന്ന ആഹാരം,
ആത്മാവിന്റെ വളർച്ചയ്ക്ക്. ഇവിടെ രണ്ടാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആത്മീയ വളർച്ച എന്നുള്ള പറയുന്ന വിഷയമാണ്. ആത്മീയ വളർച്ച സാധ്യമാകണമെങ്കിൽ ദുഷ്പ്രവൃത്തികളോട് നാം ഗുഡ് ബൈ പറയണം. പാപ സ്വഭാവങ്ങളോട് നാം ഗുഡ് ബൈ പറയണം. പാപത്തിൽ നാം വേർപെടണം. ഇനി നമുക്ക് രണ്ടാം അധ്യായത്തിന്റെ 4 മുതൽ 10 വരെയുള്ള വചനങ്ങൾ ജീവനുള്ള കല്ലുകളും ആത്മീയ എന്ന വിഷയം, ലിവിങ് സ്റ്റോൺസ് ആൻഡ് ഗോഡ്സ് ടെമ്പിൾ. രണ്ടാം അധ്യായം 4 മുതൽ 10 വരെ. 2 പത്രോസ് 2 4 മുതൽ 10 വരെ. മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ജീവനുള്ള കല്ലുകളും ആത്മീയ ആലയവും, ജീവനുള്ള കല്ലുകളും ആത്മീയ ആലയവും. യേശുക്രിസ്തു മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവം തിരഞ്ഞെടുത്ത ജീവനുള്ള കല്ലാണ്. മനുഷ്യർ തള്ളിക്കളഞ്ഞു, പക്ഷെ ദൈവം ജീവനുള്ള കല്ലായി. Jesus is the living stone, rejected by men, chosen by God. മനുഷ്യർ തള്ളിയെങ്കിലും ജീവനുള്ള കല്ലായി തിരഞ്ഞെടുത്ത യേശു കർത്താവ്. ഇങ്ങനെ ജീവനുള്ള കല്ലായ യേശു ക്രിസ്തുവിനോട് നമ്മെ ജീവനുള്ള കല്ലുകളായി ആത്മീയ ആലയം പണിയുവാൻ നമ്മളെ പ്രിപ്പയർഡാക്കി. സാധാരണ വീടുകൾ ജീവനുള്ള കല്ലുകൊണ്ടല്ല പണിയുന്നു, സാധാരണ കല്ലുകളാണ്, അവയ്ക്ക് ജീവനില്ല. പക്ഷെ ആത്മീയ ആലയം, ആ ആലയം പണിയുന്നത് ജീവനുള്ള കല്ലുകൾ കൊണ്ടാണ്. ക്രിസ്തു എന്ന ജീവനുള്ള കല്ലിനോട് ചേർന്ന് നമ്മെ ജീവനുള്ള കല്ലുകളാക്കി വലിയ ആലയത്തിന്റെ പണിക്ക് നമ്മളെ കൂടെ ദൈവം ഭാഗമാക്കാക്കി. Believers are also living stones being built into God's spiritual house. ആത്മീയ ഗ്രഹത്തിന്റെ പണിയിൽ ദൈവമക്കളെ ജീവനുള്ള കല്ലുകളാക്കി മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ നമ്മളും ജീവനുള്ള കല്ലുകളായി നമ്മെ ചേർത്ത്, ക്രിസ്തുവിനോട് ചേർത്ത്, ജീവനുള്ള കല്ലായ ആ യേശു കർത്താവിനോട് ചേർത്ത് ആത്മീയ ആലയം പണിയുവാൻ നമ്മളെ വിളിച്ചു, വേർതിരിച്ചു. ഈ വലിയ സത്യം പത്രോസ് നമ്മെ മനസ്സിലാക്കി തരുന്നു. അവരുടെ വിശ്വാസികളെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ച് പത്രോസ് ഈ പാരഗ്രാഫിൽ 4 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? തെരഞ്ഞെടുക്കപ്പെട്ട ജനം, അന്ധകാരത്തിൽ നിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ച തെരഞ്ഞെടുക്കപ്പെട്ട ജനം, ചോസൻ റൈസ് എന്ന് എഴുതിയിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകമായ ഒരു വർഗം.
തെരഞ്ഞെടുക്കപ്പെട്ട ചോസൺ റേസ്, തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക വർഗം, തെരഞ്ഞെടുക്കപ്പെട്ട ജനം. 2, റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗം. 3, ഹോളി നേഷൻ, വിശുദ്ധ ജനം. അടുത്തതറിയാമോ? സ്വന്തം മക്കൾ, ഗോഡ്സ് സ്പെഷ്യൽ പൊസഷൻ. സ്വത്ത പൊസഷൻ. 4 സവിശേഷതകൾ ദൈവമക്കൾക്ക് ഇവിടെ നൽകപ്പെട്ടിരിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട ജനം, ചോസൺ റേസ്, രാജകീയ പുരോഹിത വർഗം, റോയൽ പ്രീസ്റ്റ്ഹുഡ്, വിശുദ്ധ ജനം, ഹോളി നേഷൻ, ദൈവത്തിന്റെ സ്വന്തം മക്കൾ, ഗോഡ്സ് സ്പെഷ്യൽ പൊസഷൻ. നിങ്ങളുടെ ഓർക്കേണ്ട കാര്യം, തെരഞ്ഞെടുക്കപ്പെട്ട ജനം, പുരോഹിത വർഗം, വിശുദ്ധ ജനം, ദൈവത്തിന്റെ സ്വന്തം മക്കൾ എന്നിത്യാദി സ്ഥാനങ്ങൾ കേവലം നമ്മുടെ മഹത്വത്തിനായിട്ടല്ല നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ മഹത്വത്തിനായിട്ടല്ല ഈ പദവികൾ വിശ്വാസികൾക്ക് ദൈവം നൽകിയിരിക്കുന്നു. പ്രത്യുത നമ്മിൽ കൂടെ ദൈവത്തിന്റെ മഹത്വം ലോകം അറിയേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളെ ഇങ്ങനെ വിവിധ തലങ്ങളിൽ ഐഡന്റിറ്റി തന്ന് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് നമ്മുടെ മഹത്വത്തിനായിട്ടല്ല, മറിച്ച് ദൈവമഹത്വം നമ്മിൽ കൂടെ ലോകം അറിയേണ്ടതിനായിട്ടാണ്. ഒരു കാര്യം, നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ പുറപ്പാട് ദിവസവും അതുപോലെ യശയ്യാപ്രവചനം, മോശെയുടെ പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ സ്ഥാനങ്ങൾ നൽകിയിരുന്ന ആർക്കറിയാമോ? ദീസ് പൊസിഷൻസ് ആർ ബിലോങ്സ് ടു ദി ഇസ്രായേൽ. ഇസ്രായേലിന് നൽകപ്പെട്ടിരുന്ന ചില പദവികളും അവകാശങ്ങളുമായിരുന്നു ഇത്. എന്നാൽ എന്തുപറ്റി? യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ഈ അവകാശങ്ങൾ സ്വായത്തമായി തീരുവാനിടയായി തോന്നും. അങ്ങനെ ഇസ്രായേലിന് വേണ്ടി മാത്രം നൽകിയിരുന്ന സ്ഥാനങ്ങൾ, പദവികൾ കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് മുഖാന്തരമായി, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് മുഖാന്തരമായി, പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിച്ചത് മുഖാന്തരമായി, ശുദ്ധീകരിക്കുന്നത് മുഖാന്തരമായി നമുക്ക് ഈ ഉന്നതമായ പദവികളിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീരും. ഇതിന് നമ്മള് മനസ്സിലാക്കേണ്ട 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഓരോ വിശ്വാസിയും ആത്മീയ ഗ്രഹത്തിലെ പ്രധാന ഭാഗങ്ങളാണ്. ഓരോ വിശ്വാസിയും സഭയുടെ അല്ലെങ്കിൽ ആത്മീയ ഗ്രഹത്തിലെ, ആത്മീയ ആലയത്തിന്റെ പ്രധാന ഭാഗമാണ്. അപ്പൊ എവരി ബിലീവർ ഈസ് എ പാർട്ട് ഓഫ് ഗോഡ്സ് ടെമ്പിൾ. അല്ലെങ്കിൽ നമ്മൾ കണ്ടു, ആത്മീയ ജീവനുള്ള കല്ലുകളായി ആത്മീയ ആലയത്തോട് ചേർത്ത് നമ്മളെ പണിയുമ്പോൾ ഓരോ വിശ്വാസിയും സഭയുടെ പ്രധാന ഭാഗമായി മാറുകയാണ്. അപ്പോൾ ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ ഹിതം നിറവേറ്റപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം നമ്മിൽ കൂടെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടവരാ. എവരി ക്രിസ്ത്യൻ serves as a priest. ഇവിടെ നോക്കിയ നാം അടുത്തത്, നാം നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഓരോ വിശ്വാസിയും
സഭയുടെ ആത്മീയ ആലയത്തിന്റെ ആത്മീയ ഗ്രഹത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. ഓരോ വിശ്വാസിയും ദൈവഹിതം നിറവേറ്റപ്പെടുവാനായി വിളിക്കപ്പെട്ടവനാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നവരായിത്തീരണം. ഇത് ചർച്ച് എക്സിസ്റ്റ് ടു പ്രൊക്ലെയിം ഗോഡ്സ് ഗ്രേറ്റ്നസ്. സഭ നിലനിൽക്കേണ്ടത് ദൈവത്തിന്റെ മഹത്വത്തെ പ്രൊക്ലെയിം ചെയ്യുവാൻ, ഘോഷിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്, അത് പ്രൊക്ലെയിം ചെയ്യുക എന്നുള്ള വലിയ ദൗത്യം ഓരോ വിളിക്കപ്പെട്ട ദൈവമക്കൾക്കും ഉണ്ട് എന്നുള്ള വലിയ ആത്മീയ മർമ്മം പത്രോസ് ഇവിടെ വെളിപ്പെടുത്തുന്നു. ഇനിയും 2:11-12, 2-ാം അധ്യായം 11-12. 2 പത്രോസ് 2:11-12. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്ടപ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ആമേൻ. ലോകത്തിന്റെ മുൻപിൽ നല്ല ജീവിതം, രീതി പറഞ്ഞാൽ ക്രിസ്ത്യൻ വിറ്റ്നസ്, ക്രിസ്തീയ സാക്ഷ്യം. ലോകത്തിന്റെ മുൻപിൽ നല്ല വിറ്റ്നസ്, നല്ല ജീവിതം. 11-12 വാക്യത്തിലെ പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഇവിടെ വീണ്ടും പത്രോസ് വിശ്വാസികളെ പരദേശികളെന്ന് സംബോധന ചെയ്യുന്നുണ്ട്. സോജേണേഴ്സ്, പിൽഗ്രിമേഴ്സ്, തീർത്ഥാടകർ, ഇങ്ങനെ കടന്നു പോകുന്നവർ, ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് പോകുന്നവർ, ഇങ്ങനെ വിശ്വാസികളെ വീണ്ടും പരദേശികളെന്ന് വിളിക്കുക. അപ്പം ഇവിടെ വലിയൊരു വേറെ മർമ്മം വെളിപ്പെടുത്തുന്നത്, നമ്മുടെ പാപമോഹങ്ങൾ ആത്മാവിനെതിരെ യുദ്ധം ചെയ്യുന്നു. നമ്മുടെ മോഹങ്ങൾ, ലസ്റ്റ്, ലസ്റ്റസ്, മോഹങ്ങൾ, നമ്മുടെ പാപ സ്വഭാവങ്ങൾ, പാപമോഹങ്ങൾ ആത്മാവിനെതിരെ യുദ്ധം ചെയ്യുക. ആകയാൽ മോഹങ്ങൾക്ക് വശംവദരാകാതെ സൂക്ഷിക്കണം. സിൻഫുൾ ഡിസയേഴ്സ് we should avoid. The Christians must avoid sinful desires that wage war against the soul. ലോകത്തിന്റെ മോഹങ്ങൾ ആത്മാവിനെതിരെ യുദ്ധം ചെയ്യുക. ആത്മാവ് നേർനിലത്ത് നിൽക്കുമ്പോൾ അതിനെതിരെ നമ്മളിൽ മോഹങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു വാർ ഫൈറ്റ്, ഒരു യുദ്ധം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരുമ്പോൾ ആ മോഹങ്ങൾക്ക് വശംവദരാകാതെ സൂക്ഷിക്കണം. നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് ലോകർ, അൺബിലീവേഴ്സ്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന്. നല്ല പ്രവൃത്തികൾ കണ്ടിട്ട്, 12-ാമത്തെ വാക്യം, നല്ല പ്രവൃത്തികൾ കണ്ടിട്ട്, ഗുഡ് കോണ്ടക്ട്. ഇങ്ങനെ വരുമ്പോൾ രണ്ടു കൂട്ടം കാര്യങ്ങൾ പത്രോസ് ഊന്നി പറയുന്നത്, ഈ ലോകം നമ്മുടെ സ്ഥിരവാസമല്ല. ക്രിസ്ത്യൻസ് ആർ ടെമ്പററി സിറ്റിസൺസ് ഓൺ എർത്ത്. ഈ ഭൂമിയിലെ താൽക്കാലിക പൗരത്വമുള്ളവരാ. വീണ്ടും പത്രോസ് പറയാം, ഈ ലോകം നമ്മുടെ സ്ഥിരവാസമല്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതം സുവിശേഷത്തിന്റെ സാക്ഷ്യമായി തീരണം. ക്രിസ്ത്യൻ വിറ്റ്നസ് എന്നുള്ള വിഷയമാണ്. നല്ല ജീവിതം, ലോകത്തിന്റെ മുൻപിൽ നല്ല സാക്ഷ്യം.
നമ്മുടെ ജീവിതം സുവിശേഷത്തിന്റെ സാക്ഷ്യമായി തീരണം. നല്ല സുവിശേഷകനായി, നല്ല സുവിശേഷകയായി നമ്മുടെ ജീവിതം അവസാനിക്കണം. ഈ ഒരു വലിയ ആത്മീയ മർമ്മമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇനി 2-ാം അധ്യായം 13-17, 2-ാം അധ്യായം 13 മുതൽ 17 വരെ. 2 പത്രോസ് 2:13 മുതൽ 17 വരെ. സകല മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവരാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം ഇണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായി നടപ്പിൻ. എല്ലാവരെയും ബഹുമാനിപ്പിൻ. സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ. ദൈവത്തെ ഭയപ്പെടുവിൻ. രാജാവിനെ ബഹുമാനിപ്പിൻ. ആമേൻ. ഭരണാധികാരികളോടുള്ള വിധേയത്വം, റെസ്പെക്ട് ഫോർ അതോറിറ്റീസ്. ഭരണാധികാരികളെ ആദരിക്കുക, അവർക്ക് വിധേയപ്പെടുക, അതിന്റെ ആവശ്യകതയെ പത്രോസ് പഠിപ്പിക്കുന്നു. ഇവിടെ സബ്മിഷൻ, വിധേയത്വം എന്നത് അനീതി അംഗീകരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവം അനുവദിച്ചതായ അധികാരത്തെ നമ്മൾ ആദരിക്കുക എന്നത്. സബ്മിഷൻ, വിധേയത്വം does not mean approving evil. അനീതിയെ നമ്മളെ അംഗീകരിക്കുക എന്നുള്ളതല്ല. നമുക്കിത് പത്രോസ് വളരെ ഓർമ്മപ്പെട്ട വിഷയം. ഒന്ന്, എല്ലാവരെയും ബഹുമാനിക്കുക. ഓണർ എവരിവൺ, എല്ലാവരെയും ബഹുമാനിക്കുക. 2, സഹവിശ്വാസികളെ സ്നേഹിക്കുക. ലവ് ഫെലോ ബിലീവേഴ്സ്. 3, ദൈവത്തെ ഭയപ്പെടുക. ഫിയർ ഗോഡ്. 4, ഭരണാധികാരികളെ ആദരിക്കുക. 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. എല്ലാവരെയും ബഹുമാനിക്കുക, സഹവിശ്വാസികളെ സ്നേഹിക്കുക, ദൈവത്തെ ഭയപ്പെടുക, ഭരണാധികാരികളെ ആദരിക്കുക. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, ഉത്തമ പൗരന്മാരായി ജീവിക്കുക. 2, എല്ലാ അധികാരങ്ങൾക്കും മുകളിലാണ് ദൈവത്തിന്റെ അധികാരം. ലോക അധികാരങ്ങൾക്ക് വിധേയപ്പെടണം എന്നൊക്കെ പത്രോസ് പറയുമ്പോൾ തന്നെ പത്രോസ് പറയുന്നുണ്ട്, എല്ലാ അധികാരങ്ങൾക്കും മുകളിലാണ് ദൈവത്തിന്റെ അധികാരം. 2:18 മുതൽ 25 വരെ വരുമ്പോൾ ക്രിസ്തുവിൽ നാം മാതൃകയാക്കേണ്ടത് ക്രിസ്തുവിനെയാണെന്ന് പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 25 വരെ ഇവിടെ കഷ്ടതയിൽ ക്രിസ്തുവിന്റെ മാതൃക. ഫോളോവിങ് ക്രൈസ്റ്റ് ഇൻ സഫറിങ്. അന്യായമായി കഷ്ടം അനുഭവിക്കേണ്ടി വന്നാലും ക്രിസ്തുവിനെ പോലെ സഹിക്കുവാനാണ് പത്രോസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈവൻ ഇൻ അൺജസ്റ്റ് സഫറിങ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പദം അവിടെ ഉണ്ട്. അൺജസ്റ്റ് സഫറിങ്. ന്യായമായ കഷ്ടമല്ല, അന്യായമായ കഷ്ടം. അൺജസ്റ്റ് സഫറിങ്. അങ്ങനെ അന്യായമായ കഷ്ടം നാം അനുഭവിക്കേണ്ടി വന്നാലും ക്രിസ്തുവിന്റെ എൻഡുറൻസ്, സഹിഷ്ണുത നാം ഫോളോ ചെയ്യണമെന്ന്. കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്, കർത്താവിനെ കുറിച്ച് 4-5 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നത് അറിയാമോ?
അവൻ പാപം ചെയ്തിട്ടില്ല. Christ committed no sin. നമ്മുടെ കർത്താവ് പാപം ചെയ്തിട്ടില്ല. 2, പകരം ശകാരിച്ചില്ല. He did not retaliate. പകരം ശകാരിച്ചില്ല. 3, എല്ലാം ദൈവത്തിൽ പരമേൽപ്പിച്ചു. He entrusted himself to God. തന്നെ തന്നെ ദൈവത്തിൽ പരമേൽപ്പിച്ചു. 4, നമ്മൾ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. He bore our sins on the cross. നമ്മുടെ പാപങ്ങൾ അവൻ ക്രൂശിൽ വഹിച്ചു. 5, കർത്താവിന്റെ മുറിവുകളാൽ നമുക്ക് ആത്മീയ സൗഖ്യം ലഭിച്ചു. കർത്താവിന്റെ മുറിവുകളാൽ നമുക്ക് ആത്മീയ സൗഖ്യം ലഭിച്ചു. His wounds we are healed. By his wounds we are healed. അടുത്തതിലേക്ക് നമ്മൾ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വഴിതെറ്റിയ ആടുകളെ പോലെ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ ഇടയനും കാവൽക്കാരനുമായ ക്രിസ്തുവിലേക്ക് മടങ്ങിയിരിക്കുന്നു, തിരിഞ്ഞിരിക്കുന്നു. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന്, കഷ്ടതയിൽ യേശു കർത്താവിനെ മാതൃകയാക്കുക. കഷ്ടതയിൽ നാം യേശുവിനെ നോക്കുക, അല്ലെങ്കിൽ യേശുവിനെ മാതൃകയാക്കുക. 2, യേശു കർത്താവ് നമ്മുടെ രക്ഷകനും നല്ല ഇടയനുമാണ്. He is both Savior and Shepherd. 3, ക്രിസ്തുവിന്റെ കഷ്ടപ്പാടാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. ക്രിസ്തുവിന്റെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ക്രൂശീകരണമാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. ഈ 1-2 അധ്യായങ്ങളിലെ 8 കൂട്ടം വിഷയങ്ങളുണ്ട്. 8 കൂട്ടം വിഷയങ്ങൾ. 1, ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് തന്റെ മക്കളാക്കി. ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് തന്റെ മക്കളാക്കി, അല്ലെങ്കിൽ ജനമാക്കി. 2, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ജീവനുള്ള പ്രത്യാശ ലഭിച്ചു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ജീവനുള്ള പ്രത്യാശ ലഭിച്ചു. 3, വിശുദ്ധ ജീവിതം നയിപ്പാനാണ് ദൈവം ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഹോളിനെസ്, വിശുദ്ധ ജീവിതം നയിപ്പാനാണ് ദൈവം ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. 4, ആത്മീയ വളർച്ചയുടെ ആഹാരം ദൈവ വചനമാണ്. ആത്മീയ വളർച്ചയുടെ ആഹാരം ദൈവ വചനമാണ്. 5, സഭ ദൈവത്തിന്റെ ആത്മീയ ആലയമാണ്. സഭ ദൈവത്തിന്റെ ആത്മീയ ആലയമാണ്. 6, ഒരു വിശ്വാസിയുടെ നല്ല ജീവിതം ലോകത്തിന് മുൻപിൽ ഒരു സാക്ഷ്യമാണ്. ക്രിസ്ത്യൻ വിറ്റ്നസ്. ഒരു വിശ്വാസിയുടെ നല്ല ജീവിതം ലോകത്തിന് മുൻപിൽ ഒരു സാക്ഷ്യമാണ്. 7, അധികാരികളെ ആദരിക്കണം, എന്നാൽ പരമാധികാരം ദൈവത്തിനുള്ളതാണ്. അധികാരികളെ ആദരിക്കണം, എന്നാൽ പരമാധികാരം ദൈവത്തിനുള്ളതാണ്. 8, കഷ്ടതയിൽ യേശുവിന്റെ മാതൃക പിന്തുടരണം. വൺസ് മോർ. 1, ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് നല്ല ജനമാക്കി. 2, യേശുവിന്റെ